ഓക്കെ സെറ്റ്. ഗെയിമിങ്, എഡിറ്റിംഗ്, സ്ട്രീമിംഗ് അതോടൊപ്പം തന്നെ നല്ലൊരു കോഡിംഗ് ചെയ്യാൻ പറ്റിയ ഒരു ലാപ്ടോപ്പ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ അസൂസിൻ്റെ A15 എന്ന് പറയുന്ന ഒരു ഗെയിമിംഗ് ലാപ്ടോപ്പ് ഉണ്ട്. പക്ഷേ പ്രൈസ് റേഞ്ച് ഒരു 70K അകത്താണ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ബെസ്റ്റ് ചോയ്സാണ്. AMDൻ്റെ പ്രോസസ്സറാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിനകത്ത് ഇൻ്റലിൻ്റെ പ്രോസസ്സറുള്ള കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള ലാപ്ടോപ്പ് ഉണ്ട്. വീഡിയോ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമുക്ക് ഇപ്പം അസൂസിൻ്റെ ലാപ്ടോപ്പിൻ്റെ പറ്റി സംസാരിക്കാം. ഇതിനകത്ത് വരുന്നതെന്ന് വെച്ചാൽ ഒരു ചാർജർ വരുന്നുണ്ട്, പിന്നെ ചാർജിൻ്റെ അഡാപ്റ്റർ, പിന്നെ ലാപ്ടോപ്പ്, ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. പിന്നെ ബുക്കും പേപ്പറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അല്ലാതെ വേറെ പ്രത്യേകിച്ച് ബോക്സിനകത്തൊന്നുമില്ല. പിന്നെ നമ്മൾ ബോക്സിനകത്തുനിന്ന് ഇപ്പോൾ ഫസ്റ്റ് നോട്ടത്തിൽ തന്നെ നമുക്ക് തോന്നും നല്ലൊരു പ്രീമിയം ലെവൽ രീതിയിലുള്ള ലാപ്ടോപ്പാണെന്ന്. കാണുമ്പോൾ നമുക്കൊരു ഗെയിമിംഗ് ലാപ്ടോപ്പ് എന്ന രീതിയിലാണ് ഈ ഒരു ലാപ്ടോപ്പ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ ബാക്കിൽ നമുക്ക് TUFൻ്റെ ലോഗോ അസ്യൂസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അസ്യൂസിൻ്റെ രീതിയിൽ തന്നെ പേരും കാര്യങ്ങളൊക്കെ ബാക്കിൽ കൊടുത്തിട്ടുണ്ട്. ബാക്കിലല്ല, ഫ്രണ്ടിൽ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചു തരാം. ലാപ്ടോപ്പ് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല RGB സെറ്റപ്പുള്ള നല്ലൊരു കീബോർഡ് ഉണ്ട്. പിന്നെ അതോടൊപ്പം നമ്പർ പാഡും കാര്യങ്ങളും ഇപ്പുറത്തെ ഒരു സൈഡിൽ കൊടുത്തിട്ടുണ്ട്. കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്പർ പാഡിൻ്റെ കുറച്ച് ഫ്രണ്ടിലോട്ടാണ്, ഫ്രണ്ട് മീൻസ് കുറച്ച് മുകളിലാണ് ഇതിനകത്ത് പവർ ബട്ടൺ കാര്യങ്ങൾ അവർ കൊടുത്തിരിക്കുന്നത്. അപ്പം തന്നെ മൗസിൻ്റെ ആ ഒരു കാര്യങ്ങളൊക്കെ ഉള്ളൂ. പിന്നെ അതിൽ പ്രത്യേകിച്ച് പറയാനായിട്ടുള്ളതെന്ന് വെച്ചാൽ ഇതിൻ്റെ പോർട്ടുകൾ നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ 3.5 mm ഓഡിയോ ജാക്ക് വരുന്നുണ്ട്. അതോടൊപ്പം USB 3.2 ജനറേഷൻ 1 ടൈപ്പ് ഒരു വരുന്നുണ്ട്. പിന്നെ HDMI ഇത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ USB 3.2 ജനറേഷൻ 2 ടൈപ്പ് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ USB 3.2 ജനറേഷൻ 1 ടൈപ്പ് പോർട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ RJ45 കൊടുത്തിട്ടുണ്ട്. പിന്നെ പവർ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതോടൊപ്പം അപ്പുറത്തെ സൈഡിൽ കെൻസിനേഷൻ അങ്ങനെ എന്തോ ഒരു പേരിൽ ഒരു ലോക്ക് അവർ കൊടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്ന ക്യാമറേൻ്റെ മറ്റേ ഷട്ടർ ബട്ടൺ ഉണ്ടല്ലോ, ക്ലോസിങ് ചെയ്യുന്നത്, ആ ഒരു പരിപാടിയാണോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ എന്തിൻ്റെ ലോക്ക് കൊടുത്തിട്ടുണ്ട്, അതെന്തിനാണ് എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മ കിട്ടുന്നില്ല. പിന്നെ അതോടൊപ്പം USB-ൻ്റെ 3.2 ജനറേഷൻ ടൈപ്പ് A, പിന്നെ ഒരു USB-ൻ്റെ ഇത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ മൊത്തം ടോട്ടൽ ഇത്രയും പോർട്ടുകളാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ അതോടൊപ്പം തന്നെ ഇതിൻ്റെ കൂളിംഗ് സിസ്റ്റം വരുന്നത് അടിയിലാണ്. ഇപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കുമ്പോൾ തന്നെ അടിയിൽ മറ്റേ എന്താ പറയുക, ഹണി ഉണ്ടല്ലോ, നമ്മളെ തേനീച്ചകൾ മറ്റേ കൂട് വയ്ക്കുമ്പോൾ ഒരു ഷേപ്പ് കാണുമല്ലോ, ആ രീതിയിൽ ഒരു കൂളിംഗ് സിസ്റ്റമാണ് അവർ കൊടുത്തിരിക്കുന്നത്. പിന്നെ അതോടൊപ്പം തന്നെ നമുക്ക് ഡിസ്പ്ലേ സൈസും 15.6 ഇഞ്ചിൻ്റെ ഒരു ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. ഫുൾ HD ആണ് ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. 180p ആണ് ഡിസ്പ്ലേ കൊടുത്തിരിക്കുന്നത്. അല്ല 4Kയിലോട്ടൊന്നും നമുക്ക് പറ്റത്തില്ല. നിങ്ങൾ എന്തായാലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ 4K ഒന്നും പ്രതീക്ഷിക്കേണ്ട. ഫുൾ HD ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ IPS ലെവൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ ആൻറ്റി ഗ്ലാസ് പാനൽ എന്ന് പറയുന്ന പരിപാടിയും കൂടെ ഒരു ഡിസ്പ്ലേയിൽ കൊടുത്തിട്ടുണ്ട്. 80% സ്ക്രീൻ ടു ബോഡി റേഷ്യോ കൂടെ ഉള്ളതാണ്. അപ്പം ഇതൊക്കെയാണ് ഡിസ്പ്ലേ സെറ്റ് എനിക്ക് പറയാനായിട്ട് ഉള്ളത്. ബിൽഡ് ക്വാളിറ്റി നല്ല രീതിയിലുള്ള ബിൽഡ് ക്വാളിറ്റിയും ടെസ്റ്റും കാര്യങ്ങളൊക്കെ പാസ്സായി തന്നെ, എന്ന് വെച്ചാൽ മിലിറ്ററി ഗ്രേഡിൻ്റെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ പാസ്സായ ഒരു ലാപ്ടോപ്പാണ് അസ്യൂസിൻ്റെ TUF ഗെയിമിംഗ് A15 എന്ന് പറയുന്ന ഈ ഒരു മോഡൽ. പിന്നെ നമുക്ക് ഇതിൻ്റെ ബാറ്ററി നോക്കണമെങ്കിൽ 48 വാൾട്ടിൻ്റെ ബാറ്ററിയാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. പരമാവധി നിങ്ങൾ ഗെയിം കളിക്കുന്ന ഒരാളാണെങ്കിൽ, ഗെയിമിംഗ് എഡിറ്റിംഗ് ഒക്കെ ചെയ്യണം, വീട്ടിലാണ് ഇരുന്ന് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ചാർജിലിട്ടിട്ട് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ചാർജിലിട്ടാലേ ഗ്രാഫിക്സ് കാർഡിൻ്റെയും CPUവിൻ്റെയൊക്കെ പെർഫോമൻസ് നല്ല രീതിയിൽ എടുക്കുകയുള്ളൂ. അല്ലാതെ ബാറ്ററി യൂസ് ചെയ്താണെങ്കിൽ നല്ല രീതിയിൽ പാടായിരിക്കും. എന്നുവെച്ചാൽ മൊത്തം പെർഫോമൻസും യൂസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് പരമാവധി നിങ്ങൾ ചാർജിലിട്ടിട്ട് തന്നെ ഗെയിമും കാര്യങ്ങളൊക്കെ കളിക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ അതോടൊപ്പം തന്നെ Wi-Fi 6 ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. 0 to 50% ആണെങ്കിൽ 30 മിനിറ്റ്സ് ചാർജിലിട്ടാൽ മതി. അതോടൊപ്പം തന്നെ ഫുൾ ചാർജ് ആവാൻ 1 മണിക്കൂറിൻ്റെ പുറത്ത് ആവും. ഓക്കെ, നമുക്കിതിൻ്റെ പ്രോസസ്സർ നോക്കാം. AMDൻ്റെ Ryzen 7 7435 എന്ന് പറയുന്ന ഒരു പ്രോസസ്സറാണ് വെച്ചിരിക്കുന്നത്. ഒരു ഹൈ എൻഡ് പ്രോസസ്സറാണ്. പിന്നെ അതോടൊപ്പം തന്നെ അപ് ടു 4.5 GHz സ്പീഡാണ് ഉള്ളത്. 8 കോറും 16 ത്രെഡുമാണ് വരുന്നത്. അതുപോലെ തന്നെ ഗ്രാഫിക്സ് കാർഡ് വരുന്നത് NVIDIAൻ്റെ GeForceൻ്റെ RTXൻ്റെ 3050 എന്ന് പറയുന്ന ഗ്രാഫിക്സ് കാർഡാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഗ്രാഫിക്സ് കാർഡിൻ്റെയൊക്കെ ശരിക്കുള്ള പെർഫോമൻസ് ഗെയിം കളിക്കുമ്പോഴൊക്കെ വേണമെങ്കിൽ നിങ്ങൾ പരമാവധി ചാർജിലിട്ടിട്ട് കളിക്കാനായിട്ട് ശ്രമിക്കുക. അല്ലാതെ നമ്മൾ എന്തിനു പറയും, ഒരു എക്സാമ്പിൾ പറയണമെങ്കിൽ ഒരു ഉറുമ്പിനെടുത്ത് ഒരു കല്ല് പൊക്കണ പോലെ ആയിരിക്കും ലാപ്ടോപ്പിൻ്റെ പെർഫോമൻസ്. അപ്പം പരമാവധി നിങ്ങൾ
ചാർജിലിട്ടിട്ട് ഗെയിം കളിക്കുകയും എഡിറ്റിങ് പിന്നെയും കുഴപ്പമില്ല. എഡിറ്റിങ് നമുക്ക് ബാറ്ററി യൂസ് ചെയ്താലും പോകാൻ പറ്റും. 4Kയിലൊക്കെ സുഖമായിട്ട് നമുക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് പറ്റും. ബട്ട് അല്ലാതെ നമ്മൾ ഗെയിമിങ് കാര്യങ്ങൾക്ക് നല്ല ഹൈ രീതിയിൽ കളിക്കുമ്പോൾ പരമാവധി നമ്മൾ ചാർജിലിട്ട് കളിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അതോടൊപ്പം തന്നെ ഇതിനകത്ത് റാം വരുന്നത് 16 GB റാമാണ് വരുന്നത്. 512 GB SSD ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഒരു ഗെയിമിനെ നമുക്ക് അറിയാം ഒരു 500 GB ഒക്കെയാണ്. 512 GB ഒക്കെ ആകുമ്പം ഒന്ന് കമ്മിയാണ് എന്ന് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ. ഇപ്പോഴത്തെ ഗെയിമിൻ്റെ ഇതൊക്കെ നോക്കണമെങ്കിൽ നല്ലൊരു സ്പേസ് തന്നെ ഗെയിമിനാവും. വെയിറ്റ് വരുന്നത് 2.3 കിലോഗ്രാമിൻ്റെ വെയിറ്റാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ാണ് ഈ ഒരു ലാപ്ടോപ്പിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ളത്. പരമാവധി നിങ്ങൾ ഗെയിം കളിക്കുകയാണ് ഒരാളാണെങ്കിൽ നിങ്ങൾ ചാർജിൽ ഇട്ടിട്ട് തന്നെ കളിക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ അതോടൊപ്പം തന്നെ നമ്മൾ 100% ചാർജ് ആക്കണമെന്ന് ഞാൻ പറയുകയാണെങ്കിൽ ഒരു 80% ചാർജ് ആക്കിയാൽ മതി. അല്ല, നോർമൽ യൂസിന് 80% ചാർജ് ആക്കുക. ഗെയിം കളിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ പരമാവധി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചാർജിലിട്ടിട്ട് കളിച്ചാൽ നമുക്ക് ആ ഒരു ലാപ്ടോപ്പിൻ്റെ ശരിക്കുള്ള പെർഫോമൻസ് അറിയാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മൾ ഹൈ ലെവലിലേക്ക് കളിക്കുമ്പം ചിലപ്പം എന്തെങ്കിലും ഇഷ്യൂസ് വരാനാണ്. ചിലപ്പോൾ മദർ ബോർഡ് എന്തെങ്കിലും ഇഷ്യൂസ് വരാൻ സാധ്യതയുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ ഫാനിൻ്റെ സ്പീഡും കാര്യങ്ങളൊക്കെ വളരെയധികം കുറവായിരിക്കും. പിന്നെ അതൊക്കെയാണ് എനിക്ക് ഈ ഒരു ലാപ്ടോപ്പിൽ പറയാനായിട്ടുള്ളത്. ഇപ്പം ഓൺലൈൻ പ്രൈസ് എന്ന് വെച്ചാൽ 67,990 രൂപയാണ് ഇപ്പോഴത്തെ ഓൺലൈൻ പ്രൈസ് റേഞ്ച്. അപ്പം 70K അകത്ത് നോക്കുന്നെങ്കിൽ ദിസ് ഈസ് ദ ബെസ്റ്റ് ചോയ്സ്. പിന്നെ അതോടൊപ്പം ഞാൻ വീഡിയോൻ്റെ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഇൻ്റലിൻ്റെ പ്രോസസ്സറുള്ള ഒരു ലാപ്ടോപ്പ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ, ഈ ഒരു 70K അകത്ത് കുറച്ചും കൂടെ ഫീച്ചേഴ്സുള്ള കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള ലാപ്ടോപ്പ് നോക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നിങ്ങൾ കമൻറ്റ് ഇടാനായിട്ട് ശ്രമിക്കുക. നമ്മൾ വീഡിയോ ചെയ്യണതായിരിക്കും. മൊത്തത്തിൽ നോക്കണമെങ്കിൽ ഇറ്റ്സ് ദ ഗുഡ് തിങ് എന്ന് വെച്ചാൽ എഡിറ്റിംഗ്, ഗെയിമിങ്, സ്ട്രീമിംഗ് ഒക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ പരമാവധി 180p യൂസ് ചെയ്ത് നിങ്ങൾ ചെയ്യാനായിട്ട് നോക്കുക. പിന്നെ എഡിറ്റിംഗ് ചെയ്യണമെങ്കിൽ ഒരു 4Kയിൽ നമുക്ക് എഡിറ്റിംഗ് ചെയ്യാനായിട്ട് പറ്റും. ലിങ്ക് വേണമെങ്കിൽ എൻ്റെ ചാനൽ പേജിൽ പോയി എബോട്ടിൽ പോയി കഴിഞ്ഞാൽ, എൻ്റെ ചാനൽ എബോട്ടിൽ പോയി കഴിഞ്ഞാൽ അവിടെ എൻ്റെ ടെലിഗ്രാം ചാനലിലും വെബ്സൈറ്റിലും ഞാൻ ലിങ്ക് കൊടുത്തിരിക്കുക. വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് നമ്മൾ ലിങ്ക് യൂസ് ചെയ്ത് വാങ്ങാനായിട്ട് ശ്രമിക്കുക. അപ്പം വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ. സത്യം കറണ്ടും പോയി.